നമസ്കാരം. നമ്മളിന്ന് സേമിയോ പ്രഥമൻ ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അതിനായിട്ട് സേമിയോ നുറുക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാം പാൽ. അതുകൂടാതെ നമ്മൾ ശർക്കര ഉരുക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് നുറുക്കി വെച്ചേക്കുന്ന നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണേ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇങ്ങനെ ഇളക്കി നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനകത്ത് കിടന്ന് സേമിയോ അങ്ങോട്ട് വെന്തോളും. സേമിയോ വേവാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്താട്ടോ. അപ്പോൾ അതിൽ കിടന്ന് സേമിയോ അങ്ങോട്ട് വേവട്ടെ. അപ്പോൾ നമ്മുടെ സേമിയോ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉരുക്കി വെച്ചേക്കണ നമ്മുടെ ശർക്കര അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കൈവിടാതെ കുറച്ച് നേരം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ശർക്കര അതിലേക്ക് നന്നായിട്ട് യോജിച്ച് ചേരണം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ശർക്കര അതിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ആവുന്നവരെ നമ്മളുടെ ഇളക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരുവിധം ശർക്കരയൊക്കെ നന്നായിട്ട് ഇതായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന രണ്ടാം പാലുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഇളക്കൽ പരിപാടി തുടങ്ങാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചൊന്ന് ഒരുവിധം ഒന്ന് ഇത് വറ്റി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി കുറുകി വരുമ്പോഴത്തേനും നമ്മൾ എടുത്തു വച്ചേക്കുന്ന നമ്മുടെ ഒന്നാം പാലുണ്ടല്ലോ, തനിപ്പാൽ, അപ്പോൾ ആ തനിപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ. തനിപ്പാൽ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായി ഒരു തിള വരുമ്പോഴത്തേനും നമുക്കതൊന്ന് ഓഫ് ചെയ്യാം.
ഇപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് തിള വരട്ടെ കേട്ടോ. പതിയെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്കത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിടണം. കിസ്മിസ് ഞാനിവിടെ കറുത്ത മുന്തിരിങ്ങ ആയിട്ട് എടുത്തേക്കണേ. അപ്പോൾ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് വറുക്കാനിട്ടിട്ടുണ്ട്. അത് വറുത്തൊരു ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോഴത്തേനും നമുക്കത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ നമുക്ക് ഉണക്കമുന്തിരിങ്ങ വറുത്തിടാം. ഉണക്കമുന്തിരിങ്ങ വറുത്തിട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം ഇതിനകത്തോട്ട് ഇളക്കി ചേർത്തു. ഇപ്പോൾ പായസം റെഡിയായി കഴിഞ്ഞു. എന്നാൽ ഇനി നമുക്ക് പായസം കുടിച്ചാലോ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.